ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കാണിക്കാണ്. അപ്പം ഞാൻ പറയാം, കിന്നരി ചോക്ലേറ്റ് തിന്നിട്ട് വായ കഴുകിയിട്ടില്ലേ, അതോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കിന്നരി നാളെ സ്കൂളിൽ പോവാണല്ലേ? അപ്പോൾ അതെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ആദ്യമായിട്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് പോവാണ്. അപ്പോൾ എക്സൈറ്റഡ് ആണോ? ലേസി ആണോ കിന്നരി? മടിയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുതിയ ഫ്രണ്ട്സ്, പുതിയ ടീച്ചർ, എല്ലാം പുതിയത്. ഓക്കെ, കിന്നയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സാറ. സാറ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമമുണ്ട് അല്ലേ, ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് തലേ ദിവസം സ്കൂൾ ബാഗിൽ എടുത്ത് വെക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, അത് പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു കിന്നരി, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തു അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്കൂൾ ബാഗ്. കിന്നരി ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ നോക്കിയാൽ അറിയാം, യൂണിക്കോണിൻ്റെ ഭയങ്കര ഫാനാണ് കിന്നരി. ഇത് ആക്ച്വലി കിന്നരിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, ബട്ട് കിന്നരി യൂണിക്കോൺ ഫാനാണ് അല്ലേ ആക്ച്വലി. കാണിച്ചു കൊടുക്ക് ബാഗ്. ഇത് കിന്നരിയുടെ അച്ഛൻ കൊടുത്തയച്ച ബാഗാണ് അല്ലേ. പിന്നെ എത്ര കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്? 1, 2, 3 കമ്പാർട്ട്മെൻറ്റ്സ്. ഇത് നമ്മൾ ശരിയാക്കി വെച്ച് തരാം കേട്ടോ. ഓക്കെ, നൈസ് നൈസ് നൈസ്. അപ്പം ഇനി നമുക്ക് അടുത്തത് കിന്നരിയുടെ ബോക്സ്, പെൻസിൽ ബോക്സ്. ഓക്കെ, ഇതും അച്ഛൻ കൊടുത്തു വിട്ടതാ അല്ലെ കിന്നരിക്ക്? അച്ഛൻ കൊടുത്തയച്ചതാ. ഇതിനകത്ത് പെൻസിൽ, ഇറേസറൊക്കെ വെച്ചിട്ടുണ്ടോ? തുറന്ന് കാണിക്ക്. ഓക്കെ, അപ്പോൾ കിന്നരിയുടെ ഫേവറേറ്റ് കളേഴ്സായ പർപ്പിൾ ആൻഡ് പിങ്ക്, 2 കളറുള്ള പെൻസിലും അതിൽ വെച്ചിട്ടുണ്ട്. എടുക്കണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതേപോലെ പർപ്പിൾ കളറിലുള്ള ഇറേസർ. ഓക്കെ, ബോക്സ് പർപ്പിളാണ്, ബാഗ് പർപ്പിളാണ്. ഒക്കെ ഈ പർപ്പിൾ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് അല്ലേ. ഇറേസർ അതിൽ വെക്കാൻ പോകണോ? ഓക്കെ, പിന്നെ ഷാർപ്നർ ഓൾറെഡി ഇവിടെ ഉള്ള കാരണം ഞാൻ കൊടുത്തു വിടുന്നില്ല. ഇതിലുണ്ട് ഷാർപ്നർ, കേടാക്കരുത്. ഇനി അത് അടച്ചോ. ഓക്കെ, ഇനി ബാക്ക് സൈഡോ കാണിക്ക്. തുറന്നോ? ഇതില് ഒരു റൂളർ അത്രേ ഉള്ളൂ, സ്കെയിൽ വെച്ചിട്ടുണ്ട്. സ്കെയിൽ ആക്ച്വലി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അല്ലേ, UKGയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. സ്കൂളിലോട്ടുള്ള ബുക്സ് എല്ലാം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതെടുത്ത് വെച്ചോ. ഇപ്പം നമ്മൾ ഇതിൽ ബുക്സ് വെക്കുന്നുണ്ടായിരിക്കും. നാളെ റഫ് നോട്ട് മാത്രം മതി. അപ്പം ഇതിൽ വെച്ചോ, ഈ പുറത്ത്. ഓക്കെ, അതിലിട്ടോളൂ. ഫസ്റ്റ് ഡേ ഇത്രയും സൂക്ഷ്മതയിലൊക്കെ വെക്കും, പിന്നെ നമുക്കതൊന്നും ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് എന്താ, ഇനി നമ്മൾ ബാഗിൽ വെക്കാൻ ആ റഫ് നോട്ട് എടുത്ത് വെച്ചോളൂ. ബാഗിൽ നമുക്ക് റഫ് നോട്ട്, ഇവിടെ നമുക്ക്, ഞാനത് കവർ ചെയ്തിട്ടില്ല. ഇവിടെ ക്ലാസ് ഡിവിഷനൊക്കെ എഴുതാം. അത് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഇവിടെ വെച്ചോ. ഇനി ലഞ്ച് ബോക്സ്, സ്നാക്ക് ബോക്സ്. അപ്പോൾ ഇതെന്താ, സ്നാക്ക് ബോക്സ്. ഇത് നമ്മളിപ്പോൾ ബാഗിൽ എടുത്ത് വെക്കുന്നില്ല, നാളെ സ്നാക്സൊക്കെ ആക്കിയിട്ടാണ് എടുത്ത് വെക്കുക. തുറക്ക്. കിന്നരി കണ്ടിട്ടുണ്ടോ ഈ സ്നാക്ക് ബോക്സ് മേടിച്ചപ്പോൾ കണ്ടാ? ഇല്ല, കിന്നരി ഇല്ലാത്തപ്പോഴാണ് നമ്മൾ മേടിച്ചുള്ളത്. ആ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഞാനെപ്പോഴും 2 കമ്പാർട്ട്മെൻ്റ് ഉള്ള സ്നാക്ക് ബോക്സാണ് മേടിക്കാറ്. കാരണം ഇതിൽ ഞാൻ നട്ട്സ് കൊടുത്തു വിടും, ഇതിൽ ഫ്രൂട്ട്സ് നട്ട്സ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നട്ട്സ് സോഗിയായി പോവും. അതുകൊണ്ട് എപ്പോഴും 2 കമ്പാർട്ട്മെൻറ്റുള്ള സ്നാക്ക് ബോക്സാണ് കിന്നരി യൂസ് ചെയ്യാറുള്ളത്. ക്ലോസ് ചെയ്ത് വെച്ചോ. അപ്പം ഇതും പിങ്ക് ആൻഡ് പർപ്പിൾ കോമ്പിനേഷൻ അല്ലേ. ഇനി നെക്സ്റ്റ് ലഞ്ച് ബോക്സ് എടുത്തോ. ഇത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് പെരുമാറി വരും. ഇപ്പോൾ യൂണിക്കോൺ എന്നുള്ള റൈറ്റിങ്സ് വന്നു, പിന്നെ യൂണിക്കോണിൻ്റെ പിക്ചേഴ്സ് വരും. അഗെയിൻ പിങ്ക് എന്താ പറയുക കളറിൽ വരുന്ന ലഞ്ച് ബോക്സ്. കിന്നരിയുടെ ബാഗിനോട് മാച്ച് ആയിട്ടില്ല, യൂണിക്കോൺ തീമിൽ. നോക്കിയേ കിന്നരി, ഒന്ന് ഇങ്ങോട്ട് കാണിക്ക്. യെസ്, യൂണിക്കോൺ. ബാക്കിലും യൂണിക്കോൺ ഉണ്ട്. അപ്പോൾ ഇതും ഞാൻ എന്താ പറയുക
കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നതാണ്. ലാസ്റ്റ് ഇയർ വരെ കിന്നരി അല്ല ബിഫോർ ലാസ്റ്റ് ഇയർ കമ്പാർട്ട്മെൻ്റ് ഉള്ളതായിരുന്നു യൂസ് ചെയ്തത് LKG-യിൽ. UKG-യിലായിരുന്നപ്പം വേറൊരു സെപ്പറേറ്റ് തട്ടുണ്ടായിരുന്നല്ലേ, 2 ലെയർഡായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഇനി എന്താ കിന്നരി പറയാൻ വന്നേ പറ. അതില്ലേ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു. ഓക്കെ, കിന്നരിക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ അറിയുമോ? ഞാൻ കാണിച്ചു കൊടുത്തല്ലോ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് കറിയാക്കാം. എനിക്ക് ആക്ച്വലി ഇതിൽ ഇത്തവണ കമ്പാർട്ട്മെൻറ്റിൽ ഒരു 3 കമ്പാർട്ട്മെൻറ്റെങ്കിലും, അതായത് ലഞ്ച് പിന്നെ 2 തരം കറി അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. പിന്നെ കിന്നരിക്ക് ലഞ്ച് ബോക്സ് ഇഷ്ടമായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കിയില്ല, ഇതെടുത്തു അല്ലേ നമ്മൾ. ഓക്കെ, അപ്പം നമ്മളിത് പലതും പലയിടത്തുനിന്നാണ് മേടിച്ചല്ലേ. ഇത് നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റായ വാല്യൂ മാർട്ടിൽ നിന്നാണ് മേടിച്ചത് ഈ സ്നാക്ക് ബോക്സ്. ഞാൻ പ്ലാസ്റ്റിക് ആണ് സ്നാക്ക് ബോക്സ് മേടിക്കാറുള്ളൂ, അത് മെറ്റൽ നോക്കി മേടിക്കാറില്ല. പക്ഷെ ലഞ്ച് ബോക്സ് എപ്പോഴും ഞാൻ മെറ്റാലിക്കാണ് പ്രിഫർ ചെയ്യാറുള്ളത്. എന്താ കാണിക്കാനുള്ള കിന്നരി? വാട്ടർ ബോട്ടിൽ. അതും ഏത് കളറാ? പിങ്ക്. ഓക്കെ, എങ്ങനെയാണത്? ആ ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനൊരു ഹോൾഡർ ഉണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതെങ്ങനെയാ ഓപ്പൺ ചെയ്യുക? തുറക്കുക ചെയ്യാം. ആ അങ്ങനെ തുറന്നാൽ മതി അല്ലേ. മറ്റേത് തുറക്കൂ, സിപ്പർ ടൈപ്പ് അല്ല. അല്ലാണ്ട് തന്നെ കിന്നരിക്ക് ഇനി വലിയ കുട്ടിയെ കാരണം സിപ്പർ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ കിന്നരി? സിപ്പർ വേണ്ടല്ലോ കിന്നരിക്ക്? വേണ്ട, അത് കൊള്ളും. ചെറിയ ഓപ്പണിംഗ് ആണ്, അങ്ങനെ വെച്ച് കുടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കിന്നരി കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞാലാണ് നമ്മളത് മേടിച്ചത് അല്ലേ. കിന്നരിയുടെ ഇഷ്ടത്തിന് തന്നെയാണ് സെലക്ട് ചെയ്തത്. ഇത് ഞാൻ നാശാക്കരുത്. അപ്പോൾ അഗെയിൻ ഇത് മെറ്റാലിക് ആണ്. ഞാൻ പ്ലാസ്റ്റിക് അല്ലെന്നാണ് ഉദ്ദേശിച്ചത്. ഇത് മെറ്റാലിക് ആണ്, പിങ്ക് കളറാണ്, 1 ലിറ്റർ നല്ലപോലെ ഹോൾഡ് ചെയ്യുന്ന ബോട്ടിലാണ്. അപ്പോൾ കഴിഞ്ഞില്ലേ? കുട നമ്മൾ പുതിയത് മേടിച്ചിട്ടില്ല അല്ലേ? ഇല്ല, അംബ്രല്ല നമ്മൾ പുതിയത് മേടിച്ചില്ല. ഓൾറെഡി കിന്നരിക്ക് 2 അംബ്രല്ലാസ് ഉണ്ടായിരുന്നു, ഒരെണ്ണം കേടുവന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കമ്പി ഒടിഞ്ഞു. അത് പക്ഷെ നമുക്ക് ഒരെണ്ണല്ലേ ഒടിഞ്ഞിട്ടുള്ളൂ, ഒരു കമ്പിയിൽ ഒടിഞ്ഞിട്ടുള്ളൂ. നമ്മൾ വീട്ടിൽ വെറുതെ യൂസ് ചെയ്യും അല്ലേ, ഈ വീടിന് പുറത്തൊക്കെ വെളിയിൽ വെറുതെ ഇറങ്ങുമ്പോൾ, വീടിന് ചുറ്റും മാത്രം. പെട്ടെന്ന് മഴ വരുമ്പോൾ തുണി എടുക്കാൻ പോകുമ്പോഴൊക്കെ അത് യൂസ് ചെയ്യും. അല്ലാണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ അമ്മയ്ക്ക് ഒരു കുടയുണ്ട്, പിന്നെ കിന്നരിക്ക് ഈ പറഞ്ഞ കുടയുണ്ട് അല്ലേ. അതൊരു പിങ്കിഷ് റെഡ് കളറിലാണ്, അത് പുതിയതല്ല. കാണിക്കണോ? ആ, അപ്പോൾ കിന്നരി അത് എടുത്തോ, നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് കുട, നമ്മുടെ ഫെയറിയുടെയോ എന്തോ അല്ലേ, ഇത് ഫെയറി അല്ലേ കിന്നരി? ഇരുന്നോ കിന്നരി ഇരുന്നോ. ആ ഇങ്ങനെ പിടിച്ച് നടക്കാം റെയിൻകോട്ട് ഇല്ലെങ്കിൽ. ആക്ച്വലി നമ്മൾ റെയിൻകോട്ട് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ റെയിൻകോട്ട് ഇടുമ്പോൾ അംബ്രല്ല ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇരുന്നോ കിന്നരി ഇരുന്നോ. അപ്പോൾ നമ്മളുടെ പഴയ അംബ്രല്ല കേട് വന്നു, അതുകൊണ്ട് നമ്മൾ ഈ അംബ്രല്ല എടുക്കുകയാണ്. ഈ അംബ്രല്ല പഴയ തന്നെയാണ്, പക്ഷെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അല്ലേ. നമ്മൾ UKG വരെ അത് ഉപയോഗിച്ചില്ല. അതിനിടയിൽ നമ്മൾ എങ്ങോട്ടോ പോകുമ്പോൾ 1-2 തവണ ഇത് എടുത്തു അല്ലേ കിന്നരി? അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോഴോ അങ്ങനെ എന്തോ മറ്റേ അങ്ങനെ മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പം അത്രയും നാളിത് ഉപയോഗിക്കാതിരിക്കായിരുന്നു, സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടില്ല. മറ്റേതാ കൊണ്ടുപോയിരുന്നത്, പൊട്ടിപ്പോയി. അത് സാരമില്ല. അപ്പോൾ നമ്മുടെ സ്കൂളിലോട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കിന്നരി നാളെ കാലത്ത് സ്കൂളിലേക്ക് പോകും. ശരിയാണോ വരണേ, കരച്ചിലാണോ വരണേ എന്നുള്ളത് നാളെ കാണാം. അപ്പം നാളത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പം അതിലറിയാം കിന്നരി എങ്ങനെയാണ് സ്കൂളിലോട്ട് പോകുന്നതെന്നുള്ളത്. അതെ, മഴ 2 ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു. ഇന്ന് രാത്രി ഇപ്പം നല്ല മഴ പെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെയാണ്, സ്കൂളിൽ പോകുമ്പോൾ മഴ പെയ്യും, തണുക്കും, ഉറങ്ങാൻ തോന്നും. അങ്ങനെ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വേറെ ഒന്നും ഇല്ലല്ലോ കിന്നരിക്ക് പറയാൻ?
നല്ല ഇടിവെട്ടൊക്കെയാണ്. എനിക്ക് തണുക്കുണ്ട്, ഉറങ്ങാൻ പറ്റുന്നതാണ്. പുറത്തുകൊണ്ട് കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയൂ. ഗുഡ് നൈറ്റ്, ബൈ ബൈ. നാളെ കാണാവേ. ബൈ ബൈ.